ഹായ് ഫ്രണ്ട്സ്, സിന്ധുസ് ഫുഡ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ ഡേ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇന്ന് ഫാദേഴ്സ് ഡേ ആണ്. അപ്പോൾ ഫാദേഴ്സ് ഡേയിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഗ്രീറ്റിംഗ് കാർഡ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് ഈ ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കിയെടുക്കാനായി നല്ല കട്ടിയുള്ള പേപ്പേഴ്സ് വേണം. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് A3 സൈസിലുള്ള കളറിംഗ് ബുക്ക്, അതിൽ എല്ലാ കളേഴ്സിലുള്ള കട്ടിയുള്ള നല്ല പേപ്പേഴ്സാണ്. അപ്പോൾ അത് യൂസ് ചെയ്താണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കൊച്ചുകുട്ടികളുള്ള എല്ലാ വീടുകളിലും ഇത് കാണും. ഈ A3 സൈസ് കളറിംഗ് ബുക്ക് നമുക്ക് ബുക്ക് സ്റ്റോളുകളിലും ഷോപ്പിംഗ് സെൻറ്ററിലും ഒക്കെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഫാദേഴ്സ് ഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് കാർഡ് ഉണ്ടാക്കിയെടുക്കാം. ഫസ്റ്റ് നമുക്ക് ഇതുപോലെ 30 x 20 സെൻറ്റിമീറ്ററിൽ ഒരു പേപ്പർ കട്ട് ചെയ്ത് മാറ്റി വെക്കുക. അടുത്തതായി 29 x 20 സെൻറ്റിമീറ്ററിൽ ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കുക. അടുത്തതായി 12 x 12 സെൻറ്റിമീറ്ററിൽ ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കുക. 16 x 7 സെൻറ്റിമീറ്ററിൽ പേപ്പർ എടുക്കുക. അപ്പോൾ നമുക്ക് ഫാദേഴ്സ് ഡേ ഗ്രീറ്റിംഗ്സ് കാർഡ് ഉണ്ടാക്കാനായി തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ 20 x 30 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്ത് വെച്ച പേപ്പർ എടുക്കുക. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ മിഡിലായിട്ട് ഒരു ഡോട്ട് ഇടാം. ഡോട്ടിലേക്ക് വരത്തക്ക പോലെ രണ്ട് സൈഡും ഫോൾഡ് ചെയ്തെടുക്കുക. ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് താഴെ നിന്നും 8 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും നമുക്ക് രണ്ട് സൈഡിലേക്കും വി ഷേപ്പിൽ ഒന്നും കൂടി ഒന്ന് ലൈനായി മാർക്ക് ചെയ്തെടുക്കാം. അതിൽ പേനയോ പെൻസിലോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ആ ഒരു ലൈൻ കാണത്തക്ക പോലുള്ള എന്തെങ്കിലും കൊണ്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. അടുത്ത സൈഡും ഇതുപോലെ തന്നെ മാർക്ക് ചെയ്തെടുക്കാം. മാർക്ക് ചെയ്ത ആ പോർഷൻ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്കിതിങ്ങനെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അടുത്തായി നമ്മുടെ 29 x 20 സെൻറ്റിമീറ്റർ പേപ്പർ എടുക്കുക. അത് കറക്റ്റ് ഒരേ ലെവലിൽ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാം. അടുത്ത നമ്മുടെ 16 x 7 സെൻറ്റിമീറ്റർ പേപ്പർ എടുക്കുക. അതിനുശേഷം മുകളിൽ നിന്നും താഴേക്ക് 2.5 സെൻറ്റിമീറ്ററിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡിലായിട്ട്. അടുത്തായിട്ട് നമുക്ക് അത് ലൈൻ ചെയ്യാം. ലൈൻ ഇട്ട ഭാഗം വെച്ച് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. അതിനുശേഷം രണ്ട് സൈഡിൽ നിന്ന് 4.25 സെൻറ്റിമീറ്റർ വിട്ടിട്ട് സെൻറ്ററിൽ 7.5 സെൻറ്റിമീറ്റർ വരത്തക്ക പോലെ അടയാളപ്പെടുത്തുക. സെൻറ്ററിൽ ഇപ്പോൾ 7.5 സെൻറ്റിമീറ്റർ ആണ്. ബാലൻസ് ഉള്ള രണ്ട് ഭാഗവും നമുക്ക് രണ്ട് എഡ്ജിൽ നിന്നും കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്തെടുത്ത പാർട്ടിലേക്ക് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അതിനകത്തെ യെല്ലോ പാർട്ട് പേപ്പർ എടുക്കുക. അതിനകത്തേക്ക് ഈ പീസ് ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കിത് അകത്തോട്ട് തന്നെ വെച്ച് കൊടുക്കാം. വെച്ച് പഴയതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞ് സൈഡിലുള്ള എക്സസ് പാർട്ട്, യെല്ലോ പേപ്പറിൻ്റെ എക്സസ് പാർട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇങ്ങനെ രണ്ട് സൈഡിലും ഉള്ളത് കട്ട് ചെയ്ത് കളയാം. ഇതിവിടെ ഇങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ യെല്ലോ പാർട്ടിൻ്റെ രണ്ട് എഡ്ജും നമുക്ക് കോളർ ഷേപ്പിൽ മടക്കി കൊടുക്കാം. നമ്മളിത് ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് ഫോൾഡ് ചെയ്ത് വെച്ചു. നെക്സ്റ്റ് നമ്മുടെ 12 x 12 കട്ട് ചെയ്ത് വെച്ച പേപ്പർ എടുക്കുക. അത് നമുക്ക് ഓപ്പോസിറ്റ് എഡ്ജസ് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം. വീണ്ടും തിരിച്ച് ഫോൾഡ് ചെയ്യുക. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക വെക്കുക.
അതിനുശേഷം രണ്ട് സൈഡും ഓപ്പോസിറ്റ് സൈഡ്സ് ഇതുപോലെ മടക്കിയെടുക്കുക. അതിനുശേഷം വീണ്ടും നമുക്ക് രണ്ട് സൈഡും അകത്തോട്ടിങ്ങനെ മടക്കിയെടുക്കുക. അതിനുശേഷം ഈ അടിഭാഗം നമുക്കിങ്ങനെ മടക്കിയെടുക്കാം. മുകളിലോട്ട് മടക്കി വെക്കുക. നമുക്കിപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ പാർട്ട് നമുക്ക് തിരിച്ച് പിടിച്ചതിന് ശേഷം തിരിച്ച് ഇങ്ങോട്ട് മടക്കിയെടുക്കുക. അടുത്തതായി നമ്മൾ ഫോൾഡ് ചെയ്തെടുത്ത പാർട്ട് വീണ്ടും ഒന്നുകൂടെ മുകളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പിൽ കിട്ടും. അടുത്തതായി ഇത് ബാക്ക് സൈഡ് ആക്കി ഇങ്ങനെ തിരിച്ച് വെക്കുക. അതിനുശേഷം നമുക്ക് രണ്ട് സൈഡും ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കണം. മുകളിൽ നിന്നും അല്പം വീതിയിലെടുത്ത് താഴേക്ക് കനം കുറച്ച് ഒരു ടൈയുടെ ഷേപ്പിൽ നമുക്കിങ്ങനെ താഴേക്ക് കനം കുറച്ച് ഫോൾഡ് ചെയ്തെടുക്കണം. ഇതേപോലെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കണം. എൻഡിലേക്ക് വരുമ്പോൾ തീരെ കനം കുറഞ്ഞുള്ള രീതിയിൽ അടുത്ത ഭാഗവും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ രണ്ട് സൈഡും ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഒരു ടൈയുടെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഫോൾഡ് ചെയ്ത് വെച്ചതിൻ്റെ ഈ രണ്ട് സൈഡും ഇങ്ങനെ നിവർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ ടൈ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അടുത്തത് നമുക്കിത് ഒട്ടിച്ച് വെക്കണം. അതിനായി ടൈയുടെ ബാക്ക് സൈഡിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓപ്പൺ ചെയ്തതിന് ശേഷം വെച്ച് കൊടുക്കാം. അത് സെൻറ്ററിലേക്ക് വെച്ചതിന് ശേഷം നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. ഗ്ലൂ എല്ലാം നന്നായി ഒട്ടി കറക്റ്റ് ലെവലിൽ അത് വെക്കുക. നമ്മുടെ കാർഡ് ഏകദേശം ഫൈനലായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യമുള്ള ബട്ടൺ വെച്ച് കൊടുക്കാം. ബട്ടൺ വരെ ഞാൻ 2 സ്റ്റിക്കറാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ബട്ടൺ ഉണ്ടെങ്കിൽ അത് തന്നെ വെക്കുക. അങ്ങനെ നമ്മുടെ ഫാദേഴ്സ് ഡേ സ്പെഷ്യൽ ഗ്രീറ്റിംഗ്സ് കാർഡ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതെല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. കാർഡ് നമുക്കിങ്ങനെ പുറത്തെടുക്കാം. വളരെ ഈസിയായി തന്നെ എടുക്കാവുന്നതാണ്. പുറത്തെടുത്ത് നമുക്ക് നമ്മുടെ വിഷസൊക്കെ ഇതിൽ എഴുതാം. എഴുതിയതിന് ശേഷം നമുക്ക് തിരിച്ചു വെക്കാം. അങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് നല്ലൊരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. കാർഡിൽ നമുക്കിതുപോലെ വിഷസൊക്കെ എഴുതി ഫാദേഴ്സ് ഡേയിലെ അച്ഛന് ഗിഫ്റ്റായിട്ട് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഗ്രീറ്റിംഗ് കാർഡ് വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ഇതൊന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.